ഹായ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വൺ നേഷൻ വൺ ഇലക്ഷൻ. ഒരു രാജ്യം ഒരു ഇലക്ഷൻ നിരന്തരമായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. കുറച്ച് പുറമോട്ടൊന്ന് യാത്ര ചെയ്യാം. അതായത് രണ്ടാം NDA ഗവൺമെന്റിന്റെ കാലത്ത് ഗവൺമെന്റ് ഒരു ഹൈ ലെവൽ കമ്മിറ്റിയെ നിയോഗിക്കുന്നു. ഈ കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ മുൻ രാഷ്ട്രപതിയായിരുന്ന രാംനാഥ് കോവിന്ദാണ്. അദ്ദേഹം ഹെഡായിട്ടുള്ള കമ്മിറ്റി കാര്യങ്ങളൊക്കെ പഠിക്കുകയും 2024 മാർച്ച് മാസം ഗവൺമെന്റ് മുമ്പാകെ ഈ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. ആ റിപ്പോർട്ടിൽ പറയുന്നത് നമ്മുടെ രാജ്യത്തെ ഇലക്ഷനുകൾ ഒരു സമയത്ത് നടപ്പാക്കുക എന്നുള്ളതാണ്. അതായത് ഈ ലോക്സഭാ ഇലക്ഷൻ, സംസ്ഥാന നിയമസഭാ ഇലക്ഷനുകൾ, തുടർന്ന് ലോക്കൽ ബോഡി ഇലക്ഷനുകൾ, ഇതെല്ലാം ഒരേ സമയം നടപ്പാക്കുക. ലോക്സഭാ ഇലക്ഷനും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷൻസും ഒരു സമയത്ത് തന്നെ നടത്തുക. അതിനുശേഷം കുറച്ച് കാലയളവിനുള്ളിൽ ഏതാണ്ട് 100 ദിവസത്തിനുള്ളിൽ തന്നെ ലോക്കൽ ബോഡി ഇലക്ഷൻസ്, അതായത് ഈ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഇലക്ഷനുകളൊക്കെ നടത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഈ റിപ്പോർട്ടിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം സംസാരിക്കുകയാണ്. ഇതിനെ ഫേവർ ചെയ്ത് പറയുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ആദ്യം പറയുന്നത്. അതായത് സാമ്പത്തികമായി വലിയൊരു നേട്ടം ഉണ്ടാക്കി തരും ഈ ഒറ്റത്തവണ ഇലക്ഷൻ നടപ്പാക്കിയാൽ എന്നാണ് പറയുന്നത്. കാരണം പല സമയങ്ങളിലായി നമ്മുടെ രാജ്യത്ത് പലതരത്തിലുള്ള ഇലക്ഷനുകൾ നടക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സമ്പത്ത് ചെലവഴിക്കേണ്ടി വരും. എന്നാൽ ഒരേ സമയം ഇതെല്ലാം നടത്തുമ്പോൾ അത് നമ്മൾ ചെലവഴിക്കുന്ന സമ്പത്തിൽ കുറവുണ്ടാകും. അത്തരത്തിൽ നമുക്കുണ്ടാകുന്ന ആ സാമ്പത്തിക നേട്ടം രാജ്യത്തിൻ്റെ വികസനത്തിനും പുതിയ സ്കീമുകളൊക്കെ കൊണ്ടുവരുന്നതിനും ജനങ്ങളുടെ നേട്ടത്തിനും വേണ്ടി ഉപകരിക്കും എന്നാണ് പറയുന്നത്. ഇനി ഒരു ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ് ഒരുപാട് ജോലി ചെയ്യേണ്ടതല്ലേ. പോളിംഗ് ബൂത്തുകളിലും ഒക്കെ പോലീസ്, റവന്യൂ, മറ്റ് ഗവൺമെൻറ് വിഭാഗങ്ങൾ, അധ്യാപകർ, അങ്ങനെ ഒരുപാട് സർക്കാർ ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നിരന്തരം ഇലക്ഷനുകൾ നടക്കുന്നത് മൂലം ഇവർക്ക് അവരുടെ ജോലിയിൽ ശ്രദ്ധിക്കാൻ കഴിയാതെ വരികയും ജോലി പെൻഡിങ് ആകുകയും ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ പലതവണ ഇലക്ഷൻ നടത്താതെ ഒരേ സമയം ഇലക്ഷൻ നടത്തുമ്പോൾ കൂടുതൽ ക്രിയാത്മകമായി ജോലിയിൽ ശ്രദ്ധിക്കുന്നതിനും കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നതിനും അത് സഹായിക്കും എന്നുള്ളതാണ് മറ്റൊരു നേട്ടമായി പറയുന്നത്. ഇനി നമ്മുടെ MLA-മാരെയും MP-മാരെയും മന്ത്രിമാരെയൊക്കെ സംബന്ധിച്ച കാര്യമാണ്. രാജ്യം മുഴുവൻ പല സമയങ്ങളിലായിട്ട് ഇലക്ഷൻ നടക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ പ്രചരണത്തിനായിട്ട്, പ്രത്യേകിച്ച് ദേശീയ പാർട്ടി പദവിയൊക്കെയുള്ള പാർട്ടികളുടെ പ്രചരണത്തിനായിട്ട് ഇത്തരത്തിലുള്ള MLA-മാരും MP-മാരും മന്ത്രിമാരും ഒക്കെ തന്നെ പോകേണ്ടി വരുമല്ലേ. ഈ ക്യാമ്പയിനിങ്ങിന് ഇവരൊക്കെ പോകുന്നതിൻ്റെ ഭാഗമായി ഭരണം നന്നായി മുമ്പോട്ട് പോകുന്നതിന് കഴിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ ആകെ അവതാളത്തിലാകുന്നു. മാത്രമല്ല ഒരു വർഷം മുഴുവൻ സമയം അല്ലെങ്കിൽ മുക്കാലും സമയം ഇത്തരം ഇലക്ഷൻ പ്രചരണങ്ങൾക്ക് പോകേണ്ടി വരുന്നത് കൊണ്ട് ഭരണത്തിൽ ശ്രദ്ധിക്കാൻ സാധിക്കുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉള്ളതായി പറയുന്നു. അപ്പോൾ അതിനൊരു കുറവുണ്ടാകും എന്നാണ് പറയുന്നത് ഈ ഒരു തവണ ഇലക്ഷൻ നടപ്പാക്കിയാൽ. ഇനി അടുത്ത കാര്യം മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റിനെ കുറിച്ചാണ്. അതായത് പെരുമാറ്റച്ചട്ടം. ഇലക്ഷൻ വരുമ്പോൾ പെരുമാറ്റച്ചട്ടം വരുന്നു. പിന്നീട് ഗവൺമെൻറ്റിന് പ്രാധാന്യമുള്ള സ്കീമുകളോ ജനോപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളോ ഒക്കെ മുമ്പോട്ട് കൊണ്ടുവരുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകുന്നു. കാരണം ഈ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുകയാണല്ലോ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് മിക്കപ്പോഴും പല സ്ഥലങ്ങളിലും തുടർച്ചയായി ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തെ കൂടി ബാധിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഒരു രാജ്യം ഒരു ഇലക്ഷൻ കൊണ്ടുവന്നുള്ള ഗുണങ്ങൾ എന്നും. അതിന് മറുവശത്ത് ഇതിനെ എതിർക്കുന്ന അഭിപ്രായമുള്ള കുറേ വിഭാഗമുണ്ട്. അതായത് രാജ്യത്തിൻ്റെ ഫെഡറൽ സിസ്റ്റത്തെ ബാധിക്കുമെന്നും രാജ്യമൊട്ടാകെ ഒരു സമയത്ത് ഇലക്ഷൻ നടത്തുമ്പോൾ ഒരു ദേശീയ മനോഭാവം വരുന്നതിനാൽ പ്രാദേശിക പാർട്ടികൾക്കും പ്രാദേശിക പ്രശ്നങ്ങൾക്കുള്ള പ്രാധാന്യങ്ങൾ നഷ്ടപ്പെടുന്നുവെന്നും, അതേപോലെ തന്നെ ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട സുരക്ഷ മറ്റു കാര്യങ്ങൾക്കായിട്ട് സേനയെയും പോലീസ് വിഭാഗങ്ങളെയൊക്കെ നിയോഗിക്കുമ്പോൾ രാജ്യം മുഴുവൻ ഒരൊറ്റ തവണ ഇലക്ഷൻ നടക്കുമ്പോൾ രാജ്യ സുരക്ഷയെ ബാധിക്കുന്ന രീതിയിലേക്ക് അത് വരാൻ സാധ്യതയുണ്ടെന്നും, കാരണം ഈ പറയുന്ന ഫോഴ്സുകളെല്ലാം ഇലക്ഷൻ്റെ മേഖലയിലേക്ക് നിയോഗിക്കേണ്ടി വരുമ്പോൾ രാജ്യ സുരക്ഷ പ്രശ്നത്തിലാകുന്നു. അങ്ങനെ ഒട്ടനേകം പ്രശ്നങ്ങളും ഇതിനെ എതിർത്ത് സംസാരിക്കുന്ന ആൾക്കാർ പറയുന്നുണ്ട്. എന്തായാലും മിക്കവാറും രാജ്യത്തിൻ്റെ വിൻ്റർ സെഷനിൽ, പാർലമെൻറ്റിൻ്റെ വിൻ്റർ സെഷനിൽ, ശീതകാല സമ്മേളനത്തിൽ ഇത് ബില്ലായിട്ട് അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ അവതരിപ്പിക്കുമ്പോഴും മറ്റ് പ്രശ്നങ്ങളും നിലനിൽക്കുന്നു. കാരണം ഒരുപാട് അമെൻമെൻറ്റുകൾ നമ്മുടെ ഭരണഘടനയിൽ കൊണ്ടുവരണം. അതായത് ഒരുപാട് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റുകൾ ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റുകൾക്കായിട്ട് സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയുന്ന മെജോറിറ്റിയിലാണ് അതൊക്കെ പാസ്സാക്കേണ്ടത് ഭൂരിഭാഗം സമയത്തും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് സങ്കീർണമായ പ്രശ്നങ്ങൾ ഈ ഒരു ബില്ല് പാസ്സാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. എന്തായാലും ശീതകാല സമ്മേളനം വരെ നമുക്ക് കാത്തിരിക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ബില്ല് അവതരിപ്പിക്കുമോ, ഇത് പാസ്സാകുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ നമുക്ക് മനസ്സിലാവും. എന്തായാലും വൺ നേഷൻ വൺ ഇലക്ഷൻ എന്നുള്ള ഒരു പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചയാകും. നമുക്ക് പ്രതീക്ഷിക്കാം. അതിനായി കാത്തിരിക്കാം. താങ്ക്